കാട്ടിൽ കൂടെ വഴി ഉണ്ടാക്കുവാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരു വഴിയും കാണുന്നില്ല, പോകാൻ പറ്റുന്നില്ല. എന്നാ ചെയ്യുന്ന അറിയില്ല. സത്യം പറഞ്ഞ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യൂ? സാരമില്ല, ശ്രമിച്ചു നോക്കാം. ഇതിന് മുന്നിലേക്ക് പോകണമെന്ന് അറിയില്ല. നമ്മൾ പോയി നോക്കുവാണ്, വഴി അറിയില്ലല്ലോ, നമ്മൾ പെട്ടുപോയില്ലേ. ഇപ്പം ഇവിടം വരെ വന്നു, പക്ഷെ നമുക്ക് വഴി അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടുപോയത്. ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ പോയി നോക്കുവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുക സ്ഥലങ്ങൾ, തെക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ കേട്ടോ, ഒന്നും അറിയില്ല. നമ്മൾ മീനുളിയാമ്പാറ കയറാൻ വന്നതാണ്, പക്ഷെ നമ്മളിപ്പോൾ പെട്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ആളും പേരില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പെട്ടുപോയി. അപ്പം കുറേ താഴെ ഒരു കടയുണ്ടായിരുന്നു. അപ്പം നേരെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. നേരെ വന്ന് ഇവിടം കൊണ്ട് വഴി തീർന്നു. ഇതാണ് അവസ്ഥ. ഇവിടെ വണ്ടി ഏതായാലും പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ വഴി ചോദിക്കാൻ പോലും ആരെയും കാണുന്നില്ല. അപ്പോൾ ഇതിലൊരു വഴിച്ചാൽ കണ്ടു. അപ്പോൾ ഏകദേശം ഇതിലേ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ പോവുകയാണ്. ഒരു ഐഡിയ നമുക്കില്ല, എന്താകും എങ്ങനെയാകും എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം നമ്മൾ ഇതിലെ പോവുകയാണ്. ഒരാളില്ല, പേരില്ല, ഒന്നുമില്ല. എന്താകും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ചെറിയൊരു ടെൻഷൻ ഉണ്ട്, എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട്. പക്ഷേ സാരമില്ല, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് അങ്ങ് പോവുകയാണ്. നമ്മൾ വെൺമണി പട്ടേക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു തന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം വഴി തീർന്നു പോയി. ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, പക്ഷെ അതിനകത്ത് ആളൊന്നും ഇല്ല. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഭാഗ്യത്തിന് സ്ഥലമുണ്ട്. ഇങ്ങനെയൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നു പെട്ടത്. നമ്മളെന്തായാലും മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല എന്ന തീരുമാനം എടുത്ത് ഈ കാണുന്ന വഴിച്ചാലിലൂടെ പോകാൻ തീരുമാനിച്ചു. നമ്മൾ ഈ വഴി പോവാണ്, നമുക്കറിയില്ല. വഴി പോയി നോക്കാം. ഇതുപോലെ വനമെന്ന് തോന്നിക്കുന്ന കാടുകളും അതുപോലെ പുൽമേടുകളും പാറക്കെട്ടുകളും ഒക്കെയാണ് ഇപ്പൊ കാണുന്നത്. ഇങ്ങനെ തെളിഞ്ഞ് പാറ കിടക്കുന്ന അതിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ചെറിയൊരു തെന്നലുണ്ട്, കുത്തനെയുള്ള കയറ്റാണ്. അപ്പൊ നമ്മള് ഇതിന്റെ മേളിലേക്ക് പോണം. ഇതിലെ മേളിലേക്ക് പോണോന്ന് അറിയില്ല. നമ്മൾ പോയി നോക്കുവാണ്, വഴി അറിയില്ലല്ലോ, നമ്മള് വിട്ടുപോയില്ലേ. നമ്മളിപ്പോൾ ഇവിടം വരെ വന്നു, പക്ഷെ നമുക്ക് വഴി അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടുപോയത്. ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോയി നോക്കുവാണ് കേട്ടോ. ഇപ്പൊ ഇവിടം വരെ എത്തി. ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുക സ്ഥലങ്ങൾ, തെക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒന്നും അറിയില്ല. വന്ന് ഇവിടം വരെ എത്തി. പക്ഷെ ഇതില് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരു വഴിയും കാണുന്നില്ല, പോകാൻ പറ്റുന്നില്ല. എന്നാ ചെയ്യുന്ന അറിയില്ല. സത്യം പറഞ്ഞ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യൂ? സാരമില്ല, ശ്രമിച്ചു നോക്കാം. കാട്ടിക്കൂടെ വഴി ഉണ്ടാക്കുവാണ് കേട്ടോ. ആണോ? ഓക്കെ. അപ്പം രണ്ട് ഫോറസ്റ്റുകാർ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അതാണ് വഴി നിർത്തിയിട്ട് പോർട്ടിനെടുത്ത്. അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് മീനുളിയാമ്പാറയിലേക്ക് പോകാനുള്ള പെർമിഷൻ ഇപ്പം ഇല്ല, അവിടെ നിന്ന് ഇഷ്യൂ ഒക്കെ ആണെന്ന്. നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് വന്നിട്ട് മീനുളിയാമ്പാറ വരെ പോകാൻ പറ്റിയില്ലല്ലോ, അവിടെ ചെല്ലാൻ പറ്റിയില്ലല്ലോ, കാണാൻ പറ്റില്ലെന്ന് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇനിയിപ്പോൾ ഇഷ്യൂ ഒക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ പോകും എന്നുള്ളൊരു ഉറപ്പോട് കൂടി നമ്മൾ തിരിച്ചു വന്നു. പിന്നെ തിരിച്ചുള്ള വഴി അവർ പറഞ്ഞു തന്നു കേട്ടോ. അപ്പം നമ്മൾ വണ്ടി ഇട്ടെടുത്ത് വന്നു. ഇത്തവണ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പം എന്തായാലും മീനുളിയാമ്പാറ കാണിച്ചു തരാം കേട്ടോ. സോറി. തിരിച്ച് നമ്മൾ താഴെ വന്നപ്പോഴത്തേക്കും ശരിക്കും മടുത്തിരുന്നു. പക്ഷെ ആ മടുപ്പൊന്നും നമുക്ക് അത്ര വിഷമം ഉണ്ടാക്കിയില്ല. നമ്മളിങ്ങനെ പാറക്കെട്ടുകൾ കൂടെ പിടിച്ച് കയറി പുൽക്കാടുകളൊക്കെ എന്താ പറയുക കൈകൊണ്ട് വകഞ്ഞ് മാറ്റി നമ്മൾ അത്ര റിസ്ക് എടുത്ത് വഴി ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ അവിടം വരെ ചെന്നിട്ട് മീനുളിയാമ്പാറയിലേക്ക് പോകാൻ പറ്റിയില്ലല്ലോ, മീനുളിയാമ്പാറ കാണാൻ പറ്റിയില്ലല്ലോ, ആ വീഡിയോ എടുത്ത് നിങ്ങളെ ആ മീനുളിയാമ്പാറയുടെ ഭംഗി കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു.
പക്ഷേ ഈ ഇഷ്യൂസ് ഒക്കെ മാറിക്കഴിയുമ്പം നമ്മൾ ഉറപ്പായിട്ട് മീനുളിയമ്പാറ പോവും എന്നുള്ള പ്രതീക്ഷയുടെ ഉറപ്പോടെ നമ്മൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നന്നായിട്ട് മടുത്തിരുന്നു. പക്ഷെ ആ മടുപ്പ് അത്ര വിഷമമായിട്ട് നമുക്ക് തോന്നിയില്ല. എന്നാൽ ഈ പാറക്കെട്ടുകളിൽ കൂടെ പിടിച്ച് കയറിയും പുൽക്കാടുകളൊക്കെ എന്താ പറയാ കൈകൊണ്ട് വകഞ്ഞ് മാറ്റി അത്ര റിസ്ക് എടുത്ത് നമ്മൾ വഴി ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് മീനുളിയമ്പാറ കാണാൻ പറ്റിയില്ലല്ലോ, അവിടെ ചെല്ലാൻ പറ്റിയില്ലല്ലോ, ആ ഒരു സ്ഥലത്തെത്താൻ പറ്റിയില്ലല്ലോ എന്നൊരു നിരാശ ഉണ്ട്. എങ്കിലും അവിടുത്തെ ഇഷ്യൂസ് ഒക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അവിടെ പോകും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്നത്, ആ ഉറപ്പോടു കൂടി. പക്ഷേ ആ ഒരു ഫോറസ്റ്റുകാരെ കണ്ടത് നമ്മുടെ ഏറ്റവും വലിയൊരു ആശ്വാസമായി. ഇതാണ് ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത്. കാരണം ദൈവദൂതന്മാരെ പോലെയാണ് ദൈവം അവരെ നമ്മളെ കാണിച്ചു തന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ കരുതല്, സ്നേഹം. ആ ഒരു ഒറ്റ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, ഉറപ്പോടെ, സന്തോഷത്തോടെ ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ചെമ്പഴുക്ക യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും ഞാൻ ഉറപ്പു തരുന്നു, മീനുളിയമ്പാറ എന്ന അതിമനോഹരമായ പാറയുടെയും അതിമനോഹരമായ ആ സ്ഥലങ്ങളുടെയും വീഡിയോ ഞാൻ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും. എല്ലാവർക്കും അത് കാണുവാൻ സാധിക്കും എന്ന ഉറപ്പ് തരുന്നു. അപ്പൊ ശരി, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് ഞാൻ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പറയുന്നു. എല്ലാവരുടെയും ഇഷ്ടവും സ്നേഹവും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പൊ ശരി, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. മീനുളിയമ്പാറ എന്ന സ്ഥലത്ത് പോകാൻ പറ്റാത്തതിലും ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതിലുമുള്ള ഒരുപാട് സങ്കടമുണ്ട്, വിഷമമുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി സോറി പറയുന്നു.